ഇത്രയേറെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ VS ജീവിക്കുകയാണ്. അദ്ദേഹം എന്ന പോരാളിക്ക് മരണമില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് തലസ്ഥാനം. VSന്റെ സമരഭരിതമായ കാലഘട്ടത്തിന് അടയാളപ്പെടുത്തലുകൾ നൽകിയ തലസ്ഥാനം പിന്നിട്ടിതാ VS പോവുകയാണ്. നിരവധി ആളുകൾ ഇപ്പോൾ അവിടെ അദ്ദേഹത്തെ കാണാനായി കൂടെ നിൽക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഞങ്ങളുടെ കണ്ണിലെ നെഞ്ചിലെ റോസാപ്പ് ആര് പറഞ്ഞു മരിച്ചെന്ന് ആ മുദ്രാവാക്യം അലയടിക്കുകയാണ്. ഇപ്പോൾ മംഗലപുരത്തേക്കുള്ള വഴിയിലാണ് നമുക്ക് ഇപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. നോക്കൂ, ആൾക്കൂട്ടം മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ മഴയ്ക്കും തടയാൻ കഴിയാത്ത ആ പോരാട്ട വീര്യം നമുക്ക് കാണാം. ഹൃദയങ്ങളിലാണ് VS. കാണുന്നില്ലേ, ഇത് തിരുവനന്തപുരം പിന്നിടുമ്പോൾ പെയ്തു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ആ പോരാട്ട വീര്യത്തിന് മരണമില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജനാവലി വഴിയുടെ ഇരുഭാഗങ്ങളിലും കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. എല്ലാ പ്രായങ്ങളിലും പെട്ട മനുഷ്യർ, അതിൽ സഖാക്കളുണ്ട്. അതോടൊപ്പം തന്നെ കാത്തു നിൽക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുണ്ട്. എത്ര നേരെ കാത്തു നിൽക്കുന്നവരുണ്ട്. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. VSന് തിരുവനന്തപുരം യാത്ര നൽകുമ്പോൾ ഇവിടെ മഴ കോരിച്ചൊരിയാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ മഴയിലും ചോരാത്ത സമരത്തിന്റെ ഒരു ആവേശം, ആ തീജ്വാല ഈ മഴയത്തും കെടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. വിലാപയാത്രാ വാഹനം കടന്നു വരുന്നതേയുള്ളൂ. വിലാപയാത്രാ വാഹനം നമ്മുടെ തൊട്ടു പിന്നിൽ കടന്നു വരുന്നതേയുള്ളൂ. ആ വാഹനം കടന്നു വരുന്ന വഴിയിൽ കാത്തു നിൽക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ മംഗലപുരത്തേക്ക് എത്തുന്ന വഴിയിലുള്ള ആൾക്കൂട്ടം. ഇത് നേരത്തെ നിശ്ചയിച്ച ഒരു സ്ഥലമല്ല എങ്കിൽ പോലും മംഗലപുരം എത്തുന്നതിന് മുൻപുള്ള വഴിയിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി മഴ ചെറുതായി പെയ്തു തുടങ്ങുകയാണ്. പക്ഷേ ആ മഴയിലും ചോരില്ല VS കൊളുത്തിയ സമരാഗ്നിയുടെ ജ്വാല. കടക്കുകയാണ്, നഗരം വിട്ടുകഴിഞ്ഞു, പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എത്ര പ്രദേശങ്ങൾ തലസ്ഥാനത്തിന് ബാക്കിയുണ്ട്? ഇനിയിപ്പോൾ മംഗലപുരം എത്തുന്നതേ ഉള്ളൂ. അടുത്ത ജംഗ്ഷൻ മംഗലപുരമാണ് പാർട്ടി നിശ്ചയിച്ച പ്രകാരം. ഇപ്പോൾ സുജയ പറഞ്ഞതുപോലെ മംഗലപുരം എത്തുന്നതിന് മുമ്പ് വലിയൊരു ആൾക്കൂട്ടമുണ്ടായി, അവിടെ നിർത്തുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മംഗലപുരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെമ്പകമംഗലം, കോരാണി, മൂന്നുമുക്ക്, ബസ് സ്റ്റാൻഡ്, ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്, അതിനുശേഷം കച്ചേരിനട, ആലങ്കോട്, കടുവയിൽ കല്ലമ്പലം, നാവായിക്കുളം, 28 മൈൽ കടമ്പാട്ടുകോണം. അങ്ങനെ ഇത്രയും സ്ഥലങ്ങൾ കഴിഞ്ഞാൽ, അതായത് 2, 4, 6, 8, 10 സ്ഥലങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ തിരുവനന്തപുരം ജില്ലാ അതിർത്തി കടക്കുകയുള്ളൂ. അതിനുശേഷം കൊല്ലത്തേക്ക് കടക്കും. കൊല്ലം VSന് ഏറെ വൈകാരിക ബന്ധമുള്ള സ്ഥലമാണ്. VSന് നേരത്തെ തന്നെ ഒരുപാട് അനുയായികളുള്ള സ്ഥലമാണ്, ആരാധകരുള്ള സ്ഥലമാണ്. അങ്ങനെ കൊല്ലം കഴിഞ്ഞ് കൊല്ലം പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട, കാവനാട്, ചവറ, കരുനാഗപ്പള്ളി, ഓച്ചിറ കഴിഞ്ഞിട്ടാണ് ആലപ്പുഴയിലേക്ക് നീങ്ങുക. ആലപ്പുഴയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി വലിയ ജനക്കൂട്ടമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയാൽ പിന്നീട് ഓച്ചിറ, KPSC ജംഗ്ഷൻ, കായംകുളം, കരിയിലക്കുളങ്ങര, നങ്ങ്യാർകുളങ്ങര, ഹരിപ്പാട് KSRTC, കാണാപ്പടി, കരുവാറ്റ, തോട്ടപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുഴ ടൗൺ, വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ, VSന്റെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്. ഈ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഇപ്പോൾ സുജയ പുറത്തേക്ക് ഇറങ്ങിയ സ്ഥലം അതൊരു കേന്ദ്രമായിരുന്നില്ല, പാർട്ടിയെ സംബന്ധിച്ച് ഒരു പോയിന്റ് ആയിരുന്നില്ല, അതിൻ്റെ ഒരു വഴിയായിരുന്നു. അവിടെ ഉറപ്പായിട്ടും VSനെയും കൊണ്ടുള്ള വാഹനവ്യൂഹം നിർത്തും, VSനെ കാണിക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോഴാണ് നേരത്തെ തന്നെ MV ജയരാജനും MV ഗോവിന്ദനും പറഞ്ഞതുപോലെ ഇതൊരുപാട് സമയം വൈകും എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നത്. മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശമാണ് എന്ന് മാത്രമല്ല VSന് ഏറെ സ്വാധീനമുള്ള, VSന് ഒരുപാട് ആരാധക വൃന്ദങ്ങളുള്ള നാടാണ്. അതാണ് പോരാട്ടങ്ങൾ അവസാനിക്കില്ല. ആ പോരാട്ടങ്ങളുടെ ഒരു ഇടിമുഴക്കം അത് ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കോരിയിട്ടുകൊണ്ട് ആ ഇടിമുഴക്കം ആവർത്തിക്കുന്നതിന്റെ ആദ്യ ധ്വനിയാണ് നമ്മളിപ്പോൾ VSനായി ഉയരുന്ന മുദ്രാവാക്യങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്.